പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജീവിക്കുന്ന ദൈവവചനത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ദൈവത്തിൻ്റെ കൃപയാൽ പല ആവർത്തി വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണതയിൽ എഴുതി, പ്രത്യേകിച്ച് ഞാൻ ആയിരിക്കുന്ന ഇടവകയിൽ ഇടവചനത്തോട് ചേർന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു സംഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഞങ്ങളുടെ ഇടവകയിലെ ഒരു ഞായറാഴ്ച വന്ന എല്ലാ ദൈവമക്കളോടും സങ്കീർത്തനം 119 തിരുവചനം ആ അധ്യായം മുഴുവനും എഴുതി കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. അതിനെ അടിസ്ഥാനമായിട്ട് ഞാൻ എല്ലാ മക്കളോടും പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം നമുക്ക് തേനിനേക്കാൾ മധുരമുള്ളതായി തീരും നമ്മൾ ദൈവവചനത്തെ സ്നേഹിച്ചെഴുതിയാൽ. അതിൻ പ്രകാരം നൂറുകണക്കിന് മക്കൾ ഈ സങ്കീർത്തനം 119 അധ്യായം മുഴുവനും എഴുതിക്കൊണ്ട് വന്ന് ദൈവതിരുസന്നിധിയെ സമർപ്പിച്ചു. അവർ പലർക്കും അതുവഴി ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും ദൈവം പ്രദാനം ചെയ്തു. ഞാൻ ആദ്യമൊക്കെ ബൈബിള് വായിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന തിരുവചനങ്ങളെ എഴുതി വയ്ക്കാറുണ്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും, അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറും. അത് തന്നെ ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇടവകയിൽ ഒന്ന് പരിശ്രമിച്ചത്. അതിൽ ഇടവമക്കൾ മുഴുവനും തന്നെ സഹകരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം ഊർജ്ജസ്വലതയുള്ളതാണ്, അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, അത് സന്ധിബന്ധങ്ങളെയും മജ്ജയെ മാംസത്തെയൊക്കെ തുളച്ചു കയറുന്നതാണ്, അതിൽ ജീവനുണ്ട് എന്നുള്ള സത്യം അതുവഴി അനേകർക്ക് മനസ്സിലാകുന്നതിനും ഇടയായി. പല മക്കളും വന്ന് അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം, അതിനുശേഷമുണ്ടായ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും, ദിവ്യകാരുണ്യ ശുശ്രൂഷയിൽ അതിൻ്റെ ആ വ്യാഴാഴ്ച പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ, അതിൻ്റെ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനിടയായാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ നമുക്കിടയാകും. അത് ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും. ഏത് രീതിയിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുക, അതനുസരിച്ച് ദൈവവചനവുമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചേർത്ത് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ പ്രവർത്തനം നമുക്ക് ദൃശ്യമാകും. കാരണം ദൈവവചനത്തിൽ ജീവനുണ്ട്, ദൈവവചനത്തിൽ ശക്തിയുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ സാത്താൻ ഒളിച്ചോടും. ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടാകും. അത് നമ്മുടെ കുടുംബത്തിൽ സമാധാനമായി നിലനിൽക്കുകയും ചെയ്യും. സങ്കീർത്തനം 119 103 തിരുവചനം, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിനെ തേനിനേക്കാൾ മധുരമാണ്. ഈ ഒരു തിരുവചനം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എന്നും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈ തിരുവചനം നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകട്ടെ. അത് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കട്ടെ, നമ്മളെ പുതിയ മനുഷ്യരാക്കട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. വചനമാകുന്ന ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപകൾ ചൊരിയണമേ. വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ നിലനിൽക്കുന്നതിനും ഞങ്ങൾ പുതിയ മനുഷ്യരാകുന്നതിനും അതുവഴി ഇടയാകട്ടെ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഞങ്ങൾ തേടുമ്പോൾ ദിവ്യകാരുണ്യം വചനമാണെന്നും ദിവ്യകാരുണ്യം ഈശോയാണെന്നും ഉള്ള സത്യം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈശോയിൽ നിന്നും അനുഗ്രഹം യാചിക്കുന്നു. നമ്മുടെ കർത്താവ് ശംസിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.